ശരി ടാറ്റാ. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ബിഹൈൻഡ് ദ സീൻസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ശരിക്കും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ വീഡിയോസൊക്കെ ഇപ്പോഴാണ് കിട്ടിയത്. സംഭവം വേറൊന്നുമല്ല, ഒരു തരത്തിൽ ആ ട്രോളി നീങ്ങുന്നുണ്ടായിരുന്നില്ലേ. കാരണം താഴേക്ക് പ്രസ് ചെയ്ത് കൊടുത്താലാണത് മൂവ് ചെയ്യുന്നത്. അതിനോട് ആദ്യമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെൻഷൻ കയറിയിട്ടാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ നീങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരിക്കലും ഇല്ലാത്ത കണക്ക് ടെൻഷനും വെപ്രാളവും എല്ലാം കൂടി ഒരുമിച്ച് കയറി വന്നിട്ട് എന്തോ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നേ. കാരണം ആരും ഇല്ലല്ലോ ആ സമയത്ത് നമ്മുടെ ചുറ്റും. അങ്ങനെ പിന്നെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. ഒരു ട്രാൻസിഷൻ റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാനത് മുന്നേ സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്. സാധാരണ മിക്കപ്പോഴും ട്രാൻസിഷൻ റീലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നു പോകാറാണ് പതിവ്. പക്ഷേ ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ റീലൊക്കെ എടുക്കാൻ പറ്റി. നേരെ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻഡോ സീറ്റ് തന്നെ കിട്ടണമെന്ന് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.